ഹായ് വെൽക്കം ടു അബീസ് വിഷൻ. നമ്മൾ മൊബൈൽ ഉപയോഗിക്കുന്ന സമയത്ത് മൊബൈലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ടാണ് നമുക്കറിയാം ബാറ്ററി എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ മൊബൈൽ ചാർജ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വളരെയധികം തെറ്റായിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 5 കാര്യങ്ങളാണ് ഞാൻ തംബ്നെയിലിൽ പറഞ്ഞ പോലെ 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ തെറ്റിക്കുന്ന പല കാര്യങ്ങളും അതിൽ 5 എണ്ണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന്റെ കൂടെ ബോണസ് ആയിട്ട് ഒരു കാര്യം കൂടി ഞാൻ പറയുന്നുണ്ട്, അത് ഏറ്റവും ലാസ്റ്റ്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ വീഡിയോ കാണാം. അതിനു മുൻപ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണും തൊട്ടടുത്തുള്ള ലൈക്ക് ബട്ടണും അതിനുശേഷം എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. പ്രധാനപ്പെട്ട ആദ്യത്തെ കാര്യം, ഒന്നാമത്തെ പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഫോൺ ചാർജ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ഒന്നുകിൽ എയർപ്ലെയിൻ മോഡിൽ, അതായത് പ്ലെയിൻ മോഡിലേക്ക്, എയറോപ്ലെയിൻ മോഡിലേക്ക്, അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ചാർജ് ചെയ്യാൻ. അതാണ് ഒന്നാമത്തെ കാര്യം. എന്തുകൊണ്ടാണ് അത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഫോൺ ചാർജ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നെറ്റ് ഓൺ ആണ് അല്ലെങ്കിൽ വൈഫൈ ഓൺ ആണെങ്കിൽ അതിങ്ങനെ ഓൺ ആയിക്കൊണ്ട് നിൽക്കുന്നുണ്ട്, അതുവഴി ഡാറ്റ ലോസ് ആയിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അതായത് ചാർജ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ബാറ്ററി ഡ്രെയിൻ ആയിക്കൊണ്ട് ഇരിക്കുന്നുണ്ട്. അതിന്റെ കൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ചാർജ് കൂടി ചെയ്യുന്നത്. ഇത് നമ്മുടെ ബാറ്ററിക്ക് നല്ല പോലെ കംപ്ലൈന്റ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഏറ്റവും സേഫ് ആയിട്ടുള്ളത് നമ്മൾ ചാർജ് ചെയ്യുന്ന സമയത്ത് ബാറ്ററി, അതായത് മൊബൈൽ ഓഫ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരു ഗുണം കൂടെ ഉണ്ട്. നമ്മൾ മറ്റെന്തെങ്കിലും ഒരു കോളോ അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള മെസ്സേജുകളോ കാര്യങ്ങളോ എന്തെങ്കിലും കാണുമ്പോൾ നമ്മൾ അതിന് റിപ്ലൈ കൊടുക്കാനോ അല്ലെങ്കിൽ ഫോൺ അറ്റൻഡ് ചെയ്യുന്ന സമയത്താണ് പൊട്ടിത്തെറിക്കുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് ഫസ്റ്റ് പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, മൊബൈൽ ചാർജ് ചെയ്യുന്ന സമയത്ത് ഒന്നുകിൽ എയറോപ്ലെയിൻ മോഡിലേക്ക് മാറ്റുക, അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്തതിന് ശേഷം വേണം നമ്മളത് ചാർജ് ചെയ്യാൻ വേണ്ടി വെക്കാൻ. രണ്ടാമത്തെ പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ എപ്പോഴും മൊബൈൽ കവർ യൂസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും, മൊബൈൽ പൗച്ച് അല്ലെങ്കിൽ മൊബൈൽ കവർ യൂസ് ചെയ്യുന്നുണ്ടോ? ചിലരൊക്കെ നല്ല ടൈറ്റ് ആയിട്ടുള്ള മൊബൈൽ കവറുകൾ, നല്ല സ്റ്റൈലിഷ് ഒക്കെ ആയിരിക്കും, കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ടാവും കാണാനൊക്കെ. പക്ഷെ അത് നമ്മൾ ചാർജ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, അത് ഒഴിവാക്കണം. അതായത് മൊബൈൽ കവർ അല്ലെ മൊബൈൽ പൗച്ച് ഊരി വെച്ചതിന് ശേഷം വേണം നമ്മൾ എന്ത് ചെയ്യണമെങ്കിൽ ചാർജ് ചെയ്യണമെങ്കിൽ. കാരണം എന്താണ്, ഇതിന്റെ ബാക്ക് സൈഡിൽ നിങ്ങൾക്ക് കാണാം നമ്മുടെ ഹീറ്റ് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ചില ഹോൾസുകൾ കാണാം. അപ്പൊ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ചാർജ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ മൊബൈൽ കവർ ഉള്ളത് കൊണ്ട്, അതായത് റബ്ബറിന്റെ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിന്റെ ഒക്കെ കവർ ആയിരിക്കും ഉണ്ടാവുക, അത് ഹീറ്റ് പുറത്തേക്ക് പോകുന്നത് തടയും. അത് മൊബൈലിന്റെ ബാറ്ററിക്ക് അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിൽ തന്നെ വളരെയധികം ഡാമേജ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് രണ്ടാമത്തെ പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ മൊബൈൽ ചാർജ് ചെയ്യുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടത്, നിർബന്ധമായിട്ടും നമ്മുടെ മൊബൈലിന്റെ പൗച്ച് അല്ലെങ്കിൽ കവർ ഊരി വെച്ചതിന് ശേഷം വേണം എന്ത് ചെയ്യണമെങ്കിൽ നമ്മൾ മൊബൈൽ ചാർജ് ചെയ്യാൻ വെക്കണമെങ്കിൽ. ഇതാണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ് പറയുന്നത്, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് നമ്മൾ എല്ലാ സമയത്തും നമ്മൾ ചാർജർ വാങ്ങാറുണ്ട് അല്ലേ. ഇപ്പൊ നമ്മളൊരു മൊബൈൽ വാങ്ങുന്ന സമയത്ത് അതിന്റെ കൂടെ നമുക്കൊരു ചാർജർ നമുക്ക് എപ്പോഴും കിട്ടാറുണ്ട്. അത് ഒറിജിനൽ ചാർജർ തന്നെയായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. ചിലപ്പോൾ പവർ ചാർജർ ആയിരിക്കും, അല്ലെങ്കിൽ സാധാ ചാർജർ ആയിരിക്കും. എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത് സാധാ ചാർജർ തന്നെ ഉപയോഗിക്കുന്നതാണ് നല്ല. പവർ ചാർജറിനെ ചെയ്യുന്ന സമയത്ത് വളരെയധികം ഹീറ്റ് ബാറ്ററിക്ക് താങ്ങാൻ പറ്റാത്തതിനേക്കാളും കൂടുതൽ ഹീറ്റ് കൂടുതൽ വരും. അതുകൊണ്ട് നമ്മൾ മൊബൈൽ റീചാർജിങ് സൈക്കിൾ ഏകദേശം ഒരു 350-400 ഒക്കെയാണ് സൈക്കിൾ പറയുന്നത് ഒരു ബാറ്ററിന്റെ. അപ്പോൾ അത് കുറഞ്ഞു വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നോർമൽ ചാർജർ ഉപയോഗിക്കുന്നത് തന്നെയാണ് നല്ലത്. പക്ഷെ അതിന്റെ കൂടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള ചാർജറുകൾ നമ്മൾ മേടിക്കാതിരിക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ പലപ്പോഴും ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ 500 രൂപ 600 രൂപന്റെ ഡിഫറൻസ് ആയിരിക്കും ചാർജറുകൾ തമ്മിൽ ഉണ്ടാവുക. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും, ഒരു പണം ലാഭിക്കാൻ വേണ്ടി നമ്മൾ ലോക്കൽ ചാർജറുകൾ വാങ്ങും. ഒരു 100 രൂപ 150 രൂപേനൊക്കെ ലോക്കൽ ചാർജർ വാങ്ങിയിട്ട് നമ്മൾ ചാർജ് ചെയ്യും. ഇത് നമ്മുടെ ഫോണിനും അതേപോലെ ബാറ്ററിക്കും വളരെയധികം കംപ്ലൈന്റ് ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞിരിക്കുന്ന മൂന്നാമത്തെ കാര്യം നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. വാങ്ങുന്ന സമയത്ത് എപ്പോഴും ഒറിജിനൽ ചാർജർ തന്നെ, ഒരു 500 രൂപ അധികം ആയാലും വേണ്ടില്ല, നമ്മുടെ മൊബൈൽ കംപ്ലൈന്റ് ആവാതിരിക്കാനാണ്. അപ്പൊ അതുകൊണ്ട് ഒറിജിനൽ ചാർജർ തന്നെ മേടിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക. ഇനി നാലാമത്തെ പോയിന്റ് ഞാൻ പറയുന്നത്, ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ എപ്പോഴും ചാർജ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും വിചാരിക്കും കുറെ ടൈം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, എപ്പോഴും 100% നമ്മൾ ചാർജ് ചെയ്യാൻ എടുക്കും അല്ലേ. നമ്മുടെ മൊബൈൽ എപ്പോഴും ഒരു 100% ആവട്ടെ, ഒരു 90 ഒക്കെ ആണെങ്കിൽ വിളിക്കാം 100 ആവട്ടെ, ഫുൾ ആവട്ടെ, കുറെ ടൈം കിട്ടല്ലോ എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, 100%ലേക്ക് ചാർജ് ആക്കി വെക്കരുത്. അത് നമ്മുടെ മൊബൈലിനും ബാറ്ററിക്കും ഒക്കെ ഫുൾ മൊബൈലിന്റെ ഹെൽത്തിന് തന്നെ, ബാറ്ററി ഹെൽത്തിന് തന്നെ അത് വളരെയധികം കംപ്ലൈന്റ് ആണ്. ഒരിക്കലും നമ്മൾ 100% ചാർജ് ചെയ്യരുത്. ഏകദേശം ഒരു 80-85 ആണ് സയന്റിസ്റ്റുകൾ വരെ പറയുന്നത്. ഒരു 80-85 മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, മൊബൈൽ ചാർജ് ചെയ്യാൻ പാടുള്ളൂ.
അതായത് 100% ഒരിക്കലും എന്ത് ചെയ്യരുത്, മൊബൈൽ ചാർജ് ചെയ്ത് വെക്കരുത്. ഇതാണ് 4ാമത്തെ പോയിന്റ്. ഇത് വളരെയധികം ശ്രദ്ധിക്കുക. നിങ്ങൾ അധികം ആൾക്കാർ ചെയ്യുന്ന ഒരു കാര്യമാണ്, മൊബൈൽ കുത്തി വെച്ചതിന് ശേഷം എങ്ങോട്ടെങ്കിലും പോകും, മടങ്ങി വരുന്ന സമയത്ത് 100% ആയല്ലോ, ഹാവ് ഭാഗ്യം എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ചെയ്യുന്നുണ്ടാവും. പക്ഷെ അത് ഏറ്റവും വലിയ തെറ്റാണ്. നമ്മൾ ഒരിക്കലും 100% കംപ്ലീറ്റ് ചെയ്യരുത്. ഏകദേശം ഒരു 80, 85, 90 വരെ നമുക്ക് മാക്സിമം പോവാം. ഒരു 80, 85 ഒക്കെ ആയിരിക്കും ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ളത്. അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതോടുകൂടി അൺപ്ലഗ് ചെയ്യുന്നതാണ് നല്ലത്. ഇനി 5ാമത്തെ പോയിന്റ് ഞാൻ പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് തന്നെയാണ്. കാരണം ചില ആളുകൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മുടെ ലാപ്ടോപ്പ് അല്ലെങ്കിൽ നമ്മുടെ ഡെസ്ക്ടോപ്പിലൊക്കെ നമ്മൾ USB കണക്ട് ചെയ്തിട്ട് മൊബൈൽ ചാർജ് ചെയ്യുന്ന പ്രവണത ഉണ്ട് അല്ലേ? നിങ്ങൾക്ക് അധികം ഉണ്ടാവും. ലാപ്ടോപ്പ് ഒക്കെ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ ഡെസ്ക്ടോപ്പ് ഉപയോഗിക്കുന്നവർ കമ്പ്യൂട്ടറിന്റെ ആ USB കണക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഫോണൊന്ന് ചാർജ് ചെയ്യാൻ നോക്കും. അത് ചാർജ് ചെയ്തുകൊണ്ട് ചാർജൊക്കെ കയറുന്നുള്ളത് കാര്യം ഉറപ്പ് തന്നെയാണ്. പക്ഷെ നമുക്ക് ചാർജിന്റെ വാട്ട്സ്, വോൾട്ട്സ് കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാലോ അല്ലെ? അതിലൊക്കെ വ്യത്യാസം വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ആ രീതിയിൽ നമ്മൾ എപ്പോഴും മെയിൻ പവറിൽ നമ്മുടെ സാധാരണ ഇലക്ട്രിസിറ്റി പവർ തന്നെ നമ്മൾ കണക്ട് ചെയ്തിട്ട് തന്നെ AC DC എന്നുള്ള രീതി തന്നെ നമ്മൾ കണക്ട് ചെയ്തിട്ട് ചാർജ് ചെയ്യുന്നതാണ് നല്ലത്. ഒരിക്കലും ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിലോ കണക്ട് ചെയ്തിട്ട് എല്ലായ്പ്പോഴും അത് ചെയ്യരുത്. എപ്പോഴെങ്കിലും ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമുണ്ടെന്നല്ല. അധികം ആളുകളും ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ പിന്നിൽ കണക്ട് ചെയ്തിട്ട് ഉപയോഗിക്കുന്ന കാണുന്നുണ്ട്. അതൊരിക്കലും ചെയ്യരുത്. അവസാനമായിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മൾ ചാർജ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും 100%ന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. അതേപോലെ തന്നെയാണ് ഒരിക്കലും 10% താഴേക്ക് നമ്മൾ എപ്പോഴും ബാറ്ററി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാതെ കൊണ്ടുവരിക. കാരണം 10% താഴേക്ക് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫോൺ സ്വിച്ച് ഓഫ് ആയിപ്പോ. ചില ആളുകൾക്കുള്ളതാണ് എപ്പോഴും 10% താഴെ അല്ലെങ്കിൽ ഏറ്റവും ബാറ്ററി ഡ്രെയിൻ ഫുള്ളായിട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞതിന് ശേഷം മാത്രമേ അവർ എന്ത് ചെയ്യുള്ളൂ, ചാർജ് ചെയ്യാൻ നിൽക്കുള്ളൂ. അതായത് ഫുള്ള് ഡെഡ് ആയിരിക്കും, എന്നിട്ടാണ് ചാർജ് ചെയ്യുക. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഏകദേശം ഒരു 10% മുകളിൽ എപ്പോഴും നമ്മുടെ ഏകദേശം ഒരു 20% എങ്കിലും നമ്മുടെ ബാറ്ററി എപ്പോഴും വേണം. അപ്പൊ നമുക്ക് മൊബൈൽ സെറ്റിംഗ്സിൽ തന്നെ നമുക്ക് സെറ്റിംഗ്സിൽ ഇപ്പം ഇതിന്റെ മുന്നിലുള്ള 1-2 വീഡിയോസ് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. അതിൽ ഞാൻ പറയുന്നുണ്ട് ഏകദേശം നമുക്ക് എത്ര പെർസെന്റേജിൽ നമുക്ക് വാർണിംഗ് കാണിക്കണം എന്നുള്ളൊരു ഓപ്ഷനൊക്കെ ഉണ്ട്. അതൊന്ന് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 20% ആയി കഴിഞ്ഞാൽ നമുക്ക് വാർണിംഗ് വരും, ബാറ്ററി തീരാനായിട്ടുണ്ട്. അപ്പൊ ആ ഒരു മെസ്സേജ് നമുക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, വേഗം പോയി ചാർജ് ചെയ്യുക. അതായത് ഒരിക്കലും 10% താഴേക്കോ അല്ലെങ്കിൽ ഫുള്ളി നമ്മുടെ ബാറ്ററി കാലിയാവുന്നവരെ നമ്മൾ ഒരിക്കലും കാത്തു നിൽക്കരുത്. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ പോയിന്റ്സും നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ അപ്ലൈ ചെയ്യുക. ഇത് നിങ്ങൾക്ക് വളരെയധികം ഫോണിന്റെ ബാറ്ററി ലാഭിക്കാനും അതേപോലെ തന്നെ ബാറ്ററിയുടെ ഓവറോൾ ഹെൽത്തിനും വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടതിന് ശേഷം എല്ലാ ഫ്രണ്ട്സിലേക്കും ഇത് ഷെയർ ചെയ്യാൻ മറക്കരുത്. കാരണം ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാവരുടെ ഫോണിനും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ടായ ഈ ബാറ്ററി എന്ന് പറഞ്ഞിരിക്കുന്ന സാധനം നമുക്ക് കുറെ കാലത്തേക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് എന്തായാലും ചെയ്തേ പറ്റുള്ളൂ. ഇതുപോലുള്ള നല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് എല്ലാ ദിവസവും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, സബ്സ്ക്രൈബ് ചെയ്യാതാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിനുശേഷം തൊട്ടടുത്തുള്ള ലൈക്ക് ബട്ടണും ഫുൾ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യാൻ മറന്നു പോകരുത്. ഇനിയും ഇതുപോലുള്ള നല്ല അടിപൊളി ഇൻഫോർമേറ്റീവ് വീഡിയോസുമായി വരുന്നവരെ ഇറ്റ്സ് മീ അഭിലാഷ് രാഘവ് സൈനിങ് ഔട്ട്.